ഓണം ഓണം എന്ന് പറഞ്ഞ് ഓണം അങ്ങോട്ട് കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ ഇക്കൊല്ലത്തെ ഓണം ഞങ്ങളുടെ കോണത്തുന്നിലായിരുന്നു കേട്ടോ. നമ്മുടെ കൊടകര ഓണത്തിന് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുത്തശ്ശിയമ്മേനെയും തൃക്കാക്കരപ്പനും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്കൊരു പെല വന്നത്. അപ്പം നേരെ ഞങ്ങൾ കോണത്തുന്നിലേക്ക് കിട്ടു. അവിടെയായിരുന്നു ഞങ്ങളുടെ ഓണം ഉണ്ടായിരുന്നത് കേട്ടോ. തിരിഞ്ഞിട്ടേക്കോ പിന്നെ തിരിഞ്ഞു ഞാൻ അതേ പൂവ് പൊട്ടിച്ചിട്ട് തൊഴ പൂവിൻ്റെ തന്നെ പൊട്ടിച്ച് 3 പ്രാവശ്യം കേട്ടാ. ഇനിയൊരു പൂവ് എടുത്തിട്ട് ആ വലിയ തൃക്കാക്കരപ്പൻ്റെ നടുവിലായിട്ട് തൊടും. ഇലയില് മുട്ട വെച്ചിട്ടേ എണീറ്റുള്ളൂ മതി. മുട്ടി നിലത്താക്കണം. ഇനി തെക്കേക്കര ഉടക്കി സാധാരണ ഓണം കൊള്ളണത് ആണുങ്ങളാണെങ്കിലും മീനാക്ഷിയാണ് കോണത്തുന്നിൽ ഓണം കൊള്ളുക കേട്ടോ. എപ്പോഴും ഞങ്ങൾ ഇവിടെ ആദ്യത്തിന് ഓണം കൊള്ളും, അത് കഴിഞ്ഞ് ഞങ്ങൾ കോണത്തുന്നിൽ മീനാക്ഷി ഓണം കൊള്ളും. അങ്ങനെയാണ് കേട്ടോ കൊള്ളാറ്. ഇപ്രാവശ്യം നമ്മുടെ അവിടെ വീട്ടിൽ ഓണം ഇല്ലാത്ത കാരണം നേരെ കോണത്തുന്നിൽ പോയിട്ട് മീനാക്ഷിയാണ് ഓണം കൊള്ളുന്നത്. ആദ്യത്തിനാണെങ്കിൽ താല്പര്യമില്ല, മീനാക്ഷിക്കാണെങ്കിൽ നല്ല താല്പര്യമാണ് ഓണം കൊള്ളാൻ. അപ്പോൾ മീനാക്ഷി തന്നെയാണ് ഇപ്രാവശ്യത്തെ ഓണമൊക്കെ കൊണ്ടത്. അത് കഴിഞ്ഞ് ഓണം കൊള്ളലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ഞാനും അമ്മയും കിടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷി അവിടെ പൂക്കളൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഓണം കൊള്ളലും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഓണക്കോടിയൊക്കെ എടുത്ത് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഇരിഞ്ഞാലക്കുടയ്ക്കാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുടയ്ക്ക് പോയത് വേറെ ഒന്നിനല്ല, പായസം ഉണ്ടാക്കിയിരുന്നില്ല. കുക്കിങ്ങിന് മറ്റേ സദ്യയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ പായസം ഉണ്ടാക്കിയില്ല. പായസം അപ്പോൾ പാലടയും പഴപ്രഥമനും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സാമീസിൽ നിന്നാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടിയാണ് കേട്ടോ പായസം മേടിക്കാൻ പോയത്. കാലത്ത് തന്നെ ഒരു ഡ്രൈവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 4 പേരും കൂടി അങ്ങോട്ട് കയറിപ്പോയി. അവിടെ ചെന്നപ്പോഴാണ് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. സാമീസിൽ പായസത്തിൻ്റെ ക്യൂ വേറെ, പിന്നെ ഓണസദ്യ മേടിക്കാനുള്ള ക്യൂ വേറെ. ഭാഗ്യത്തിന് പായസത്തിൻ്റെ ക്യൂ ചെറുതായിരുന്നു എന്ന് പറയാം. ഓണസദ്യയുടെ ക്യൂ നല്ല തിരക്ക്, കാറ് വരെ ബ്ലോക്കായിരുന്നു. നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവിടേക്ക് തന്നെ പോകാൻ വേണ്ടി നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഇത് അമ്പലത്തിലേക്ക് തൊഴാനുള്ളതാണോ? അല്ല, സദ്യക്കുള്ളത്. ഹാപ്പി ഓണം. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് പാലടിയും പഴമൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കസിൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ റീൽസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊക്കെ പോയി കണ്ടോളൂ കേട്ടോ. സാധാരണ കോണത്തുന്നിൽ 2 ഓണത്തിൻ്റെ അന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഓണപരിപാടികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. വടംവലി, മുറിയടിയും അങ്ങനെ കുറേ ഗെയിംസും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി പരിപാടി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം 2ാം ഓണത്തിന് മിക്ക ഫാമിലീസും ട്രിപ്പൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള കാരണം തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഗെറ്റ് ടുഗദറിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് തിരുവോണ സദ്യ ഉണ്ടാണ് കേട്ടോ. സദ്യ അമ്മയുടെ വകയാണ് ഫുൾ കുക്കിങ്, ഞാൻ ഹെൽപ്പിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു. പാലടയും പഴമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പായസത്തിന് ക്യൂ നിന്നാലും നല്ല പായസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവോണ സദ്യയൊക്കെ ഉണ്ട്. ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഞങ്ങൾ നേരെ ദേവിയമ്മയുടെ അവിടെ വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഗെറ്റ് ടുഗദറിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.